തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ പാർട്ടി DMKയ്ക്കും അവർ നയിക്കുന്ന സർക്കാരിനും കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. മറ്റൊന്നുമല്ല, മധുരയിലെ തിരുപ്പുറക്കുണ്ട്രത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാവുകയും കാർത്തിക ദീപം ഇനി മുതൽ തെളിക്കണ്ട, അത് മതസ്പർദ്ധയുണ്ടാക്കുന്നതാണ് എന്ന ഒരു ഉത്തരവ് ജില്ലാ ഭരണകൂടം സ്റ്റാലിൻ്റെ അനുഗ്രഹത്തോടുകൂടി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു, ഉത്തരവ് ഇടുകയും ചെയ്തിരുന്നു. അതിനെതിരെ ശക്തമായ നിയമപോരാട്ടമാണ് ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒടുവിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ നിന്ന് ഭക്തർ വിജയം നേടി. കാർത്തിക ദീപം തെളിക്കാനുള്ള ഉത്തരവ്, അതായത് നൂറ്റാണ്ടുകളായിട്ട് പിന്തുടർന്നു വരുന്ന ഒരു ആചാരം, അത് ഒരു സുപ്രഭാതത്തിൽ നിർത്തിവെക്കേണ്ടതല്ലെന്നും ആ ആചാരം പിന്തുടരാൻ ഭക്തർക്ക് അവകാശമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കോടതി അവിടെ ആ ദീപത്തൂണിൽ, ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന കുന്നിന് സമീപമുള്ള മറ്റൊരു കുന്നിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിക്കാൻ ഉത്തരവ് ഇടുകയും ചെയ്തു. സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് അരവിന്ദ് കുമാറും ജസ്റ്റിസ് PB വരാളയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാനമായ വിധി പറഞ്ഞത്. മാത്രമല്ല, ജില്ലാ ഭരണകൂടം അതിനു വേണ്ട സംരക്ഷണം ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തി ആ നിർദ്ദേശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം സ്റ്റാലിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി കാർത്തിക ദീപം തെളിക്കുന്നതിനെ തടഞ്ഞു. ഭക്തരെ ഈ കാർത്തിക ദീപം തെളിക്കാനുള്ള ദീപത്തൂൺ സ്ഥിതി ചെയ്യുന്ന കുന്നിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കുകയും അവിടെ 144 പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ സമീപകാല സംഭവങ്ങളാണ്, വാർത്തകളായി നമ്മളെല്ലാവരും ഇത് കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഒടുവിൽ ഈ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അതിരൂക്ഷമായ വിമർശനം സ്റ്റാലിൻ സർക്കാരിനെതിരെ ഉയർത്തുകയും ഈ പറഞ്ഞതുപോലെ കോടതി അലക്ഷ്യ നടപടി നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവിടെ കാർത്തിക ദീപം തെളിക്കാൻ സർക്കാരും ജില്ലാ ഭരണകൂടവും വഴങ്ങി. ഇവർ ഈ കാർത്തിക ദീപം തെളിക്കുന്നതിന് തടസ്സമായി പറയുന്നത് ഈ മധുരയിലെ ഈ തിരുപ്പുറക്കുണ്ട്രത്ത് നെല്ലിത്തോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. ഈ നെല്ലിത്തോപ്പിലെ ഒന്നിലാണ് ഈ ക്ഷേത്രവും സമീപത്ത് തന്നെ ഈ ദീപത്തൂണും സ്ഥിതി ചെയ്യുന്നത്. ഇതിനൊരല്പം അകലെയായി അവിടെ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു 33 സെൻറ്റ് സ്ഥലത്ത് ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. സിക്കന്ദർ ബാദുഷ ഔലിയ ദർഗ എന്നാണ് അതിൻ്റെ പേര്. ഈ ദർഗയിൽ വർഷത്തിൽ 2 ദിവസം മാത്രമാണ് അവിടെ ചടങ്ങുകൾ, ആരാധന ഒക്കെ നടക്കുന്നത്. അതായത് റംസാനും ഈദിനും. ഈ റംസാൻ ദിവസവും ഈദ് ദിവസവുമാണ് അവിടെ വിശ്വാസികൾ ഒത്തുകൂടുകയും നമാസും, അതായത് നിസ്കാരവും പ്രാർത്ഥനകളും ഒക്കെ നടത്തിപ്പോരുന്നത്. ഇത് എത്രയോ കാലങ്ങളായിട്ട് തുടരുന്നതാണ്. ഇതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല, ആരും ഇത് ചോദ്യം ചെയ്തിട്ടില്ല, ആരും ഇത് തടയാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ കാലങ്ങളായിട്ട് ഇത് ഒരു പ്രശ്നവുമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. എന്നാൽ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിന് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ മറ്റു വഴികളൊന്നുമില്ല. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, അതിനെ മറികടക്കാൻ DMKയ്ക്കോ സ്റ്റാലിനോ സാധിക്കുന്നില്ല. ക്രമസമാധാന നില സമ്പൂർണ്ണമായിട്ടും തകർന്നു. അഴിമതി കൊടികുത്തി വാഴുന്നു. ജനജീവിതം തമിഴ്നാട്ടിൽ ദുസ്സഹമാണ്. പെൺകുട്ടികൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. സ്ത്രീ സുരക്ഷ എന്നൊരു കാര്യം അവിടെ ഇല്ല. ഇങ്ങനെ നിരന്തരം നിരവധി പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മദ്രാസ് ഹൈക്കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം, DMKയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു.
അവർക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ടും മനസ്സിലായി. ഒടുവിൽ ഈ ചോരക്കളി, തീക്കളി നടത്തി എങ്ങനെയും അധികാരം നിലനിർത്തുക, അതിനു വേണ്ടിയിട്ട് ഈ തിരുപ്പുറക്കുണ്ട്രത്തെ ക്ഷേത്രത്തെയും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദർഗയെയും ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഈ തിരുപ്പുറക്കുണ്ട്രത്തെ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ ദർഗയിൽ മാംസാഹാരം വിളമ്പാൻ തുടങ്ങി. മാത്രമല്ല, റംസാനും ഈദിനും നടത്തിക്കൊണ്ടിരുന്ന നിസ്കാരവും പ്രാർത്ഥനകളുമൊക്കെ കൂടുതൽ ദിവസങ്ങളിലേക്ക് എണ്ണം കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം പുറകിൽ സ്ക്രൂ DMKയുടേതാണ്. അവർ ഈ വിഷയത്തെ ആളിക്കത്തിച്ചു. അതിൽ നിന്ന് വർഗീയമായി മുതലെടുക്കാൻ ശ്രമിച്ചു. ഇത് തിരുപ്പുറക്കുണ്ട്രത്തെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വലിയ വെല്ലുവിളിയായി. അവർ ഇതിനെ നിയമപരമായിട്ട് ചോദ്യം ചെയ്തു. അങ്ങനെയാണ് വിഷയം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെത്തുന്നതും മധുര ബെഞ്ച് ആർക്കിയോളജി വകുപ്പ് അടക്കമുള്ള വിവിധ ഏജൻസികളോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ആ സമർപ്പിക്കപ്പെട്ട സത്യവാങ്മൂലങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി പറയുകയും ചെയ്തത്. 2300 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പുറക്കുണ്ട്രത്തേത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഘകാല കൃതികളിൽ ഈ തിരുപ്പുറക്കുണ്ട്രം ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഈ ദർഗ അവിടെ വന്നിട്ട് അത്രയും പഴക്കമില്ല. അതിനൊക്കെ എത്രയോ കാലം കഴിഞ്ഞാണ് ഈ ഔലിയ ദർഗ അവിടെ വരുന്നത്. പക്ഷേ ആ ദർഗ അവിടെ വന്നിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇരു വിഭാഗത്തിനും ഉണ്ടായിട്ടില്ല. അവരവരുടെ ആരാധനാക്രമങ്ങൾ പിന്തുടരുന്നു, മുന്നോട്ട് പോകുന്നു. ഇത്രയും കാലമില്ലാത്ത സ്പർദ്ധ ഇപ്പോഴെങ്ങനെ ഉണ്ടായി? ഈ ചോദ്യമാണ് കോടതിയും ഉയർത്തിയത്. അപ്പോൾ അത് മനഃപൂർവ്വം അവിടെ രാഷ്ട്രീയക്കാരിടപെട്ട് ഇതിനെ വർഗീയവൽക്കരിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. കോടതി അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് മുമ്പെങ്ങനെയായിരുന്നോ അതുപോലെ കാര്യങ്ങൾ തുടരണം. അതിന് ജില്ലാ ഭരണകൂടം എല്ലാ സുരക്ഷയും ഒരുക്കണം. ഈ പറയുന്നത് പോലെ റംസാനും ഈദിനും അവിടെ നിസ്കാരവും പ്രാർത്ഥനകളും ആരാധനകളും നടക്കട്ടെ, അതിനെല്ലാ സുരക്ഷയും കൊടുക്കണം. അതുപോലെ ഇപ്പുറത്ത് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ അവിടെയും നടക്കട്ടെ. ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണ്ട എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞു. എന്നാൽ ഈ കോടതി വിധിയെ ചോദ്യം ചെയ്ത് ഒരു ഭക്തൻ സുപ്രീം കോടതിയിലേക്ക് പോയി. മദ്രാസ് ഹൈക്കോടതി 2025 ഒക്ടോബറിലാണ് ഈ വിധി പറഞ്ഞത്. ആ വിധി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയത് ഇമാം ഹുസൈൻ എന്നയാളാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ മുഖേനയാണ് ഈ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. പ്രശാന്ത് ഭൂഷൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് ഈ വിഷയത്തിലുള്ള അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇത് സംബന്ധിച്ച് അവിടെ ഈ ദർഗയിൽ മാംസാഹാരം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി നിലവിൽ പ്രാദേശിക കോടതിയിൽ, അതായത് അവിടുത്തെ ജില്ലാ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതി ഈ വിധി പറഞ്ഞപ്പോൾ ആ വിഷയത്തിലും ആ പ്രാദേശിക ജില്ലാ കോടതിയുടെ വിധി തീർച്ചയായിട്ടും നടപ്പാകും. ആ കോടതിയാണ് ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്, വിധി പറയേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് ഇമാം ഹുസൈൻ പോയത് പ്രശാന്ത് ഭൂഷൺ മുഖേന. സുപ്രീം കോടതിയാകട്ടെ ഈ ഹൈക്കോടതിയുടെ വിധിയിൽ മദ്രാസ് ഹൈക്കോടതിയുടെ കീഴിലുള്ള മധുര ബെഞ്ചിൻ്റെ വിധിയിൽ ഇടപെടാൻ തയ്യാറല്ല. എന്താണോ ആ കോടതി വിധിച്ചത് അത് അതേപടി പാലിക്കുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. മാത്രമല്ല, ഇതൊക്കെ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതേത് മതത്തിൻ്റെതായാലും ശരി, അതൊക്കെ എങ്ങനെയാണോ മുമ്പ് നടന്നിരുന്നത് അതുപോലെ തന്നെ നടക്കട്ടെ. അതിനകത്ത് സുപ്രീം കോടതിയോ മറ്റു കോടതികളോ അനാവശ്യമായി ഇടപെടേണ്ട കാര്യമില്ല എന്ന് വളരെ കൃത്യമായി വിധി പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഈ വിധി
ഈ പറഞ്ഞതുപോലെ തിരുപ്പുറക്കുണ്ട്രം ക്ഷേത്രത്തെയോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെയോ ഈ ദർഗയെയോ സിക്കന്ദർ ബാദുഷ ഔലിയ ദർഗയെയോ അല്ല ബാധിക്കുന്നത്. ഇത് ബാധിക്കുന്നത് DMK എന്ന പാർട്ടിയെയും സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയുമാണ്. കാരണം സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച്, വർഗീയത കുത്തിവെച്ച്, തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ നോക്കിയ ഒരു രാഷ്ട്രീയ ശൃഗാല ബുദ്ധി ആണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, രണ്ട് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ഇറ്റു വീഴുന്ന ചോര നക്കി കുടിക്കുന്ന കുറുക്കൻ്റെ കൗശലം, കുറുക്കൻ്റെ പൈശാചിക ബുദ്ധി നമുക്കറിയാവുന്നതാണ്. ആ പൈശാചിക ബുദ്ധിയാണ് സ്റ്റാലിൻ സർക്കാരും എടുത്തു പയറ്റിയത്. പക്ഷേ നമ്മുടെ കോടതികൾ ഇതിനൊക്കെ അപ്പുറത്താണ്. വളരെ കൃത്യമായി നീതി നിർവഹണം നടന്നിരിക്കുന്നു. കോടതി ഏറ്റവും ഉചിതമായ വിധി പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് കുളം കലക്കി മീൻ പിടിക്കാൻ വരണ്ട എന്ന് കോടതി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റെ വിധി അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാനുള്ളത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ക്ഷേത്രം ക്ഷേത്രവിശ്വാസികൾക്ക്, ദർഗ ഇസ്ലാം വിശ്വാസികൾക്ക്, ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട. രണ്ടിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു മാറ്റവും വരുത്തണ്ട. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ തടയരുത് എന്ന് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്നു മാത്രമല്ല, സ്റ്റാലിൻ വളരെ കൃത്യമായിട്ട് ഹിന്ദു ഐക്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും അതിലേക്ക് ഈ മുസ്ലിം ദർഗയെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന് കിട്ടിയ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ വിധി എന്ന് നിസ്സംശയം പറയാം. ഇനിയും ഭരണാധികാരികൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ഇത്തരം ഗിമ്മിക്കുകളുമായിട്ട് വരും. അവർക്ക് രാഷ്ട്രീയവും അധികാരവും പണവും ഒക്കെയാണ് വിഷയം. ജനങ്ങളുടെ ജീവനും സ്വത്തും നാട്ടിലെ സമാധാന അന്തരീക്ഷവുമല്ല അവരുടെ ലക്ഷ്യം. മറിച്ച് എങ്ങനെയും അധികാരം നിലനിർത്തുക. അങ്ങനെ നിലനിർത്തുന്ന അധികാരം ഉപയോഗിച്ച് അഴിമതിയിലൂടെ കോടാനുകോടികൾ, സഹസ്രകോടികൾ സമ്പാദിക്കുക. ഒന്നുമില്ലാതെ തെലുങ്ക് ദേശത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക്, മദ്രാസിലേക്ക് കുടിയേറിയ കരുണാനിധി കുടുംബം ഇന്ന് എത്ര ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള കുടുംബമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ, ഈ പണമൊക്കെ എങ്ങനെ വന്നു. ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും ഈ വർഗീയ ലഹളകളും ഒക്കെ നടത്തി ഉണ്ടാക്കി എടുത്തതാണ് ഈ പണം എന്ന് നിസ്സംശയം പറയാം. പക്ഷേ അതുകൊണ്ടൊന്നും നീതിയെ, നിയമത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. ഈ നാട്ടിലെ കോടതികൾ അതിന് അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.